ഇപ്പോൾ സ്ഥലം എന്താണെന്നറിയോ? മേലാക്കം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? എനിക്കറിയില്ല. അപ്പൊ ആ സ്ഥലം ഗംഭീര സ്ഥലമാണ്, അത് മാത്രമേ അറിയാം. മേലാക്കം. ഇത് മാഹിയിൽ നിന്ന് നമുക്കൊപ്പം കൂടിയ ആളാണ് കേട്ടോ. പുലർച്ചെ മാഹിയിൽ നിന്ന് പുറപ്പെട്ടതാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഈ ബൈക്ക് റൈഡേഴ്സിന്റെ ഒക്കെ ഒരു സ്പിരിറ്റ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വെരി ഗുഡ്. 4 മണിക്ക് മാഹിയിൽ നിന്ന് 4 മണിക്ക് പുറപ്പെട്ടവരുടെ യാത്രയുടെ അപ്പൊ സഹീറിന് ഒരു യോഗ എടുക്കുക. തീർച്ചയായിട്ടും. ഒരു യോ അല്ല, 2 യോ, ഡബിൾ യോ കൊടുക്കും നമ്മൾ സഹീറിന്. മാഹിയുടെ പ്രത്യേകത എന്താണെന്ന് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. മാഹിയിൽ കേരളത്തിൽ നിന്ന് പോയി ധാരാളം ആളുകൾ ഇച്ചിരി ലഹരിയൊക്കെ നുണഞ്ഞു വരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ കാര്യമായിട്ടില്ല. അവിടുന്ന് കടത്താനുള്ള സംവിധാനമൊന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ മദ്യമാണെങ്കിലും മറ്റു ലഹരിയാണെങ്കിലും ഉപയോഗിക്കുന്നതിനെതിരെയുള്ള തുറന്ന പോരാട്ടത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV. നമ്മുടെ പോരാട്ടം കേരളത്തിൽ ഒതുങ്ങുന്നില്ല, അതുകൊണ്ട് നമ്മൾ മാഹിയിൽ നിന്ന് അതെ. അപ്പോൾ പലയിടങ്ങളിൽ നിന്നായിട്ട് മുനവറലി തങ്ങളുടെ കുടുംബാംഗമാണ്. അപ്പോൾ പലയിടങ്ങളിൽ നിന്നായി ആളുകൾ നമുക്കൊപ്പം ഒത്തുചേരുന്നുണ്ട്. യാത്ര ലഹരിയാക്കിയവർ, കാൽപന്തുകൾ ലഹരിയാക്കിയവർ, ജീവിതം തന്നെ ലഹരിയാക്കിയ മനുഷ്യർ ഒരുമിച്ച് കേരളത്തോട് പറയുന്നു, ജീവിതമാണ് ലഹരി, ലഹരിയല്ല ജീവിതം എന്നുള്ളതാണ്. അപ്പോൾ ആ സന്ദേശവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. ലഹരിയും വേണ്ട, ലഹളയും വേണ്ട എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതോടൊപ്പം മറ്റു വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൂടിയുണ്ട്. അഷ്കറിനെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ടെലിഫോൺ ലൈനിൽ കണക്ട് ചെയ്യാവുന്നതാണ് കിട്ടിയാൽ. മറ്റൊന്ന് തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വാർത്തയാണ്. നമ്മുടെ പ്ലീനങ്ങൾ ഫലം കണ്ടില്ല. കൽക്കട്ട പ്ലീനവും പാലക്കാട് പ്ലീനവും ഒക്കെ ഇന്നലെ നമ്മൾ മീറ്റ് എഡിറ്റത്തിൽ വിശദമായി ചർച്ച ചെയ്തതാണ്. ആ തെറ്റിദ്ധരുത്താനുള്ള വലിയ സാധ്യതകൾ ആ 2 പ്ലീനവും മുന്നോട്ട് വെച്ചു. പക്ഷേ കാര്യമായ ഫലം കണ്ടില്ല എന്നതാണ് ഇപ്പോൾ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തക സമിതി റിപ്പോർട്ടിലുള്ളത്. അപ്പോൾ തെറ്റായ പ്രവണതകൾ തിരുത്താനുള്ള പ്ലീനങ്ങൾ ഫലം കണ്ടില്ലെന്നാണ് സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനം, അല്ലേ? അതായത് തെറ്റ് കണ്ടെത്തി, അതുപോലെ തന്നെ തെറ്റിലേക്ക് പോകുന്ന ആളുകളെയും കണ്ടെത്തി, പക്ഷേ ആ തിരുത്തൽ പ്രക്രിയ പൂർണ്ണമായും ഫലവത്തായില്ല. മറ്റൊരു വാർത്ത കൊല്ലത്തുനിന്ന് വരുന്നത് CPM സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ നാടക നടൻ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. കണ്ണൂർ തേക്കുംപാട് സ്വദേശി മധുസൂദനൻ, 53 വയസ്സാണ് മധുസൂദന്. ആ നാടകം ഇന്നായിരുന്നു. സമ്മേളനത്തോടനുബന്ധിച്ച് ഇന്ന് നടക്കുന്ന നാടകത്തിൽ നയനാരുടെ വേഷം ചെയ്യാനെത്തിയതായിരുന്നു എന്നുള്ളതാണ്.